ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുണ്ട്. ബാങ്കിങ് മേഖലയിൽ നിന്നും പെട്രോൾ ബങ്കുകളിൽ നിന്നും ടോൾ ബൂത്തുകളിൽ നിന്നുമെല്ലാം നാം തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. നമ്മുടെ വാഹന മേഖലയും ഇവയെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വാഹന മേഖലയിൽ പലർക്കും തൃപ്തികരമല്ലാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ പേരും വെറി ചെയ്യുന്ന ഒരിടമാണ് സർവീസ് സെന്ററുകൾ. ഒരു വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റിലയബിലിറ്റിയെക്കുറിച്ചും മെയിൻ്റനൻസ് കോസ്റ്റിനെ കുറിച്ചും അവയിൽ മികച്ച വാഹനങ്ങൾ ഏതെന്നൊക്കെ മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. ആ വീഡിയോകളിൽ നമ്മൾ കൂട്ടിച്ചേർത്ത ഒരു ഘടകമാണ് സർവീസ് സെന്റർ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് വാഹനം തിരഞ്ഞെടുത്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കൂടുതൽ സർവീസ് സെന്റർ അവൈലബിലിറ്റി ഏത് വാഹനത്തിനാണോ ആ വാഹനം മറ്റെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വാഹനം തിരഞ്ഞെടുക്കുക. ഇനി കൂടുതൽ സെന്ററുകളുടെ അവൈലബിലിറ്റി മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ല, അവിടെ നമ്മുടെ മികച്ച സർവീസ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു സർവീസ് സെന്ററിൽ നിന്നും കസ്റ്റമറിന് ലഭിക്കേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചാലോ. ആദ്യമേ തന്നെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തെ ബന്ധപ്പെട്ട് നിരവധി ഇൻഫർമേഷൻസ് ഉണ്ടാവും. വാഹന മേഖലയിൽ അത്തരത്തിൽ അറിയേണ്ട കാര്യങ്ങൾ ഒരുപാടായിരിക്കും. ഒരു ഷോറൂമിൽ നിന്ന് നിങ്ങൾ ഒരു പുതിയ വാഹനം വാങ്ങാൻ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അവിടുത്തെ സെയിൽസ്മാനോട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന വണ്ടിയെക്കുറിച്ചും അവയുടെ ആഫ്റ്റർ സെയിൽസ് അഥവാ മുന്നോട്ടുള്ള പരിപാലനത്തെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കുക. ഒരുപക്ഷെ കൂടുതൽ ആളുകളും വണ്ടി എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവിനോട് ചോദിക്കാറുള്ളൂ. ഇനി ചോദിച്ചാൽ തന്നെ അവരിൽ ചിലരുടെ മറുപടി സർവീസ് മാനുവൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാനായിരിക്കും കൂടുതലും പറയുന്നത്. ചിലർ വണ്ടിക്ക് വരുന്ന സർവീസ് കാലാവധി പറയുമെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധ്യതയില്ല. കാരണം ഒരു സെയിൽസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ വാഹനം വിൽക്കുക എന്നതായിരിക്കും അവരുടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതല്ലേ അവർ. പലപ്പോഴും നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും, വാഹനം വിൽക്കുന്നവരേക്ക് നമ്മളോട് ഒട്ടി നിൽക്കുന്ന ഇവർ പിന്നീട് നമ്മൾ സർവീസിന് മറ്റും പോകുമ്പോൾ നമ്മളിത് മാറി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഹാപ്പി കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വലിയ പ്രസക്തിയില്ല. എന്നാൽ വാങ്ങേണ്ടി വന്ന വാഹനത്തിന് ഒരുപാട് കംപ്ലൈന്റുകൾ സഹിക്കേണ്ടി വന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വണ്ടി വാങ്ങുന്ന വേളയിൽ ആ വാഹനത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വണ്ടിയുടെ സർവീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സർവീസ് ടീമിൽ ആരോടെങ്കിലും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. സെയിൽസ് ജോലി ചെയ്യുന്ന പലർക്കും വണ്ടിയെക്കുറിച്ചുള്ള ടെക്നിക്കൽ നോളജ് കുറവായിരിക്കും. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ കാറിനെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. പല ഡീലർഷിപ്പും പ്രവർത്തിക്കുന്നത് പല ഫെസിലിറ്റിയിലായിരിക്കും. ഉദാഹരണമായിട്ട് 3S ഫെസിലിറ്റി, 2S ഫെസിലിറ്റി, 1S ഫെസിലിറ്റി, ഇങ്ങനെ ആയിരിക്കും അത്. 3S ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എന്നും, 2Sൽ ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണവും 1Sൽ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. പരമാവധി നിങ്ങൾ ഒരു വാഹനം വാങ്ങുമ്പോൾ 3S ഫെസിലിറ്റി ഉള്ള ഡീലർഷിപ്പ് ആണോ എന്ന് പരിശോധിച്ച് അവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, നോ യുവർ സർവീസ് കോസ്റ്റ്. പലരും പുതിയതായിട്ട് ഒരു വാഹനം എടുക്കുമ്പോൾ ആ വാഹനത്തിന്റെ സർവീസിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും മനസ്സിലാക്കിയാണ് പോകുന്നത്. ഉദാഹരണമായിട്ട് പുതിയ വാഹനത്തിന് 4 ഫ്രീ സർവീസുകൾ ഉണ്ട് എന്ന് ഷോറൂം സൈഡിൽ നിന്ന് പറഞ്ഞിട്ട് സർവീസിന് കൊണ്ടുവരുമ്പോൾ നമുക്ക് പൈസ അടയ്ക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പലപ്പോഴും ഇത് പറഞ്ഞ് പലരും വഴക്കുണ്ടാക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ വരുന്നത്. ഇത് പലപ്പോഴും ശരിയായ ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്. പലപ്പോഴും വാഹനം വിൽക്കുമ്പോൾ ഇതൊന്നും പറയാതെയായിരിക്കും കസ്റ്റമറിന് ആ വാഹനം കൊടുത്തു വിടുന്നത്. എന്നാൽ ശരിയായ ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നുവെങ്കിൽ ഓരോ സർവീസിനും അതിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഈടാക്കുമെന്ന് ആദ്യമേ പങ്കുവച്ചാൽ ചെറിയ വഴക്ക് മുതൽ വലിയ വഴക്ക് വരെ ഒഴിവാക്കാനാവും. ഇത്തരം ഫ്രീ സർവീസുകളിൽ ലേബർ ചാർജ് മാത്രമാണ് ഫ്രീ ആയിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ പലരും ഇത് അറിയുന്നത് സർവീസ് കഴിഞ്ഞ് വാഹനം പിക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴാണ്. അതിന്റെ കൂടെ ചെയ്ത സർവീസിൽ അത്ര അങ്ങ് ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യം പറയണ്ടല്ലോ. ബൈക്കുകൾക്കും കാറുകൾക്കും ഒക്കെ സാധാരണ 4 ഫ്രീ സർവീസുകളും ചിലതിന് വർഷത്തിൽ 1 or 2 സർവീസ് ഒക്കെ ആയിരിക്കും വരുന്നത്. പലതും കിലോമീറ്ററുകൾ അനുസരിച്ചും സർവീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സർവീസ് ഇന്റർവെല്ലുകളും അവയിൽ വരുന്ന ചാർജുകളെ കുറിച്ചും ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, ടൈം ഈസ് ദി മേജർ ഫാക്ടർ. നമ്മൾ പലരും നമ്മുടെ വാഹനത്തിലായിരിക്കും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും അവതാളത്തിലാവും. അതിനിടയ്ക്ക് സർവീസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ കണ്ടെത്തി നമ്മൾ ഷോറൂമിൽ വണ്ടി ഏൽപ്പിച്ച് അത് തിരിച്ചു കിട്ടാൻ കൂടുതൽ ദിവസങ്ങൾ എടുത്താൽ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ഷോറൂമുകാർ പല സാവകാശങ്ങളും പറയുമെങ്കിലും മേജർ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത വെറും സർവീസുകൾ മാത്രം ചെയ്യാനുള്ള വണ്ടി വൈകി ഡെലിവറി ചെയ്യാനുള്ള പ്രധാന കാരണം സമയമാണ്. പലപ്പോഴും പലരും ഉച്ച കഴിഞ്ഞ വേളയിലും മറ്റും സർവീസിനായിട്ട് തിരഞ്ഞെടുക്കുന്നതും സർവീസ് സെന്ററിൽ വിളിച്ച് ചോദിക്കാതെ സർവീസിനായിട്ട് കൊണ്ടുപോകുമ്പോഴുമെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഒഴിവാക്കാനായിട്ട് മാക്സിമം രാവിലെ തന്നെ വണ്ടി സർവീസിനായിട്ട് കൊടുക്കുക. വണ്ടിയുടെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. മാക്സിമം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം സർവീസിനായിട്ട് വാഹനം കൊണ്ടുപോകുക. ഇനി മേജർ കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ പാർട്സ് റിപ്പയറിംഗ്സ് ഒക്കെ ഉള്ള വാഹനമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് മാറേണ്ട പാർട്സ് ഏത് ഷോറൂമിലാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചതിന് ശേഷം അതുണ്ടെങ്കിൽ അവിടുത്തെ സർവീസ് സെക്ഷനിലെ ആളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി മാത്രം വണ്ടി ആ ഷോറൂമിൽ കൊണ്ടുപോവുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രവൃത്തി ഇതാണ്. ഇനി, ടെൽ ഓൾ ഡിസ്കംഫോർട്ട് ഓൺ യുവർ വെഹിക്കിൾ. നമ്മുടെ വാഹനം സർവീസിനായിട്ട് കൊടുക്കുന്ന വേളയിൽ ഒരു സർവീസ് അഡ്വൈസറുണ്ടായിരിക്കും നമ്മുടെ വാഹനത്തിന്റെ കംപ്ലൈന്റുകൾ പറയുന്നത്. അവരത് ഒരു ജോബ് കാർഡിലായിരിക്കും ഇതൊക്കെ എഴുതിയെടുക്കുന്നത്. നമ്മൾ എന്നാണോ വന്നത് ആ ഡേറ്റ്, സമയം തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ എല്ലാ കംപ്ലൈന്റുകളും അവരതിൽ എഴുതിയെടുത്തിട്ടുണ്ടോ എന്നും ക്രോസ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും
ഈ ജോബ് കാർഡിനെ ആശ്രയിച്ചായിരിക്കും ടെക്നീഷ്യൻ ഈ വണ്ടി പണിയുന്നത്. നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് അവർ എഴുതാതെ പോവുകയും പിന്നീട് അവർക്കത് ഓർത്തെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്താൽ അത് പിന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പിന്നെയും സമയവും ക്ഷമയും ഒക്കെ ആ വാഹനത്തിനായിട്ട് പോകും. പലപ്പോഴും ഇത് രണ്ടുപേരുടെ വശത്തു നിന്നും വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. കാരണം അവർ ഒരുപാട് വണ്ടികൾ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം മറവികൾ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം കംപ്ലൈന്റുകൾ ജോബ് കാർഡിൽ എഴുതിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പറയാനാണെങ്കിൽ കോൾ. നമ്മൾ വണ്ടി നിങ്ങൾ സർവീസിനായിട്ട് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വണ്ടി കൊടുക്കുന്ന വേളയിൽ ടെക്നിക്കൽ നോളജിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതിനാൽ നമ്മുടെ വാക്കുകളിലായിരിക്കും അഡ്വൈസറിനോട് കംപ്ലൈന്റുകൾ പറയുന്നത്. അവരത് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറയും. വണ്ടി ബേയിലേക്ക് കയറി ചെക്കിങ് തുടങ്ങിയാലായിരിക്കും കംപ്ലൈന്റുകളുടെ കാര്യത്തിൽ കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. വണ്ടി കൊടുത്തിട്ട് പോയതിനു ശേഷം അത് ബേയിലേക്ക് കയറിയോ എന്ന് വിളിച്ച് അന്വേഷിക്കുകയും കംപ്ലൈന്റുകളുടെ കൺഫർമേഷനും ഏതൊക്കെ പാർട്സുകളാണ് അതിനായിട്ട് എടുക്കുന്നതിനെ കുറിച്ചും എല്ലാം വിളിച്ച് അന്വേഷിക്കുക. പലപ്പോഴും ഇത് ഇങ്ങോട്ട് അവർ ചെയ്യാറുണ്ടെങ്കിലും അങ്ങനെ വിളിയൊന്നും വന്നില്ലല്ലോ എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുവാദം കൂടാതെ ആയിരിക്കും പല കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇതിനർത്ഥം. അവസാനം ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അറിയാത്ത കേട്ടിട്ട് പോലും ഇല്ലാത്ത ആ വാഹനത്തിന്റെ ആ കംപ്ലൈന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാധനങ്ങളായിരിക്കും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇതും പിന്നീട് വലിയ വഴക്കുകളിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ്, എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ്. പലരും തങ്ങളുടെ വണ്ടി സർവീസിന് കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോൾ അത്ര ഹാപ്പി അല്ലെങ്കിൽ കൂടി പല കാര്യങ്ങൾ കൊണ്ട് ഒന്നും മിണ്ടാതെ അതിന് വന്ന ബില്ലും അടച്ചിട്ട് പോകുന്നവരാണ്. പലർക്കും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തന്നെ മടിയാണ്. ചിലരാണെങ്കിൽ പ്രതികരിക്കുന്നത് പലപ്പോഴും കയ്യാങ്കളി വരെ എത്തുന്ന തെറ്റായ രീതിയിലുമാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസോ അതിന്റെ വാഷിംഗിലോ തൃപ്തി നിങ്ങൾ വന്നില്ല എങ്കിൽ ആദ്യം നിങ്ങളുടെ അഡ്വൈസറിനോട് കാര്യങ്ങൾ സൂചിപ്പിക്കുക. അവിടെ നിന്നും ഒരു മോശം ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ സർവീസ് മാനേജറെ വിളിക്കുക. തീർച്ചയായിട്ടും അവരത് പരിഹരിക്കുന്നതായിരിക്കും. അതുപോലെ ബില്ലുകളിലും മറ്റും എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക. റീപ്ലേസ്മെന്റ് നടത്തിയ വാഹനമാണെങ്കിൽ സംശയമുണ്ടെങ്കിൽ പഴയ പാർട്സ് കാണിക്കാൻ പറയുക. ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ആ ഡീലർഷിപ്പിനെതിരെ കൺസ്യൂമർ കോർട്ടിലോ അല്ലെങ്കിൽ ആ പ്രസ്തുത ഡീലർഷിപ്പിന്റെ മെയിൻ കമ്പനിയുടെ വെബ്സൈറ്റിലോ കയറി പരാതിപ്പെടാനാവുന്നതാണ്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ചേഞ്ച് യുവർ സർവീസ് സെന്റർ. സർവീസ് സെന്ററുകൾ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയും അവസ്ഥകളും മുതലാക്കി പണം തട്ടുന്നവരാണ്. ഇതിൽ നിന്നും ഒഴിവാവാൻ ഏറ്റവും നല്ല മാർഗം ബെറ്റർ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. ഒരു സർവീസ് സെന്ററിൽ നിന്ന് തുടർച്ചയായിട്ട് നമുക്ക് മോശം അനുഭവങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ആ സർവീസ് സെന്ററിന് പകരം മറ്റു സർവീസ് സെന്ററുകൾ കൂടി പരീക്ഷിക്കുക. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ബെറ്റർ സർവീസ് ലഭിക്കുന്നത് വീണ്ടും അവിടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പല ഡീലർഷിപ്പുകളെ കുറിച്ചും നിരവധി പരാതികൾ പലരും പറയാറുണ്ട്. ചിലപ്പോൾ ചിലർ അവിടെ ഹാപ്പി ആയിരിക്കും, ചിലർ അൺഹാപ്പി ആയിരിക്കും. മാക്സിമം മാന്യമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രതികരണം അറിയിക്കുക. എന്നിട്ടും തണുപ്പൻ പ്രതികരണമാണ് അവരിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതിയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ടോസ്പീഡ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ വീഡിയോ സൈനിങ് ഓഫ് ചെയ്യണം. സ്റ്റേ ട്യൂൺ ടോസ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി latest automobile updates.